ഹലോ ഗൈസ്, ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ഇൻ ബുക്കറയാണ്. ഇപ്പം നമ്മൾ പോകാൻ പോണത് ചോർമിനാറിലേക്കാണ്. ചാർമിനാർ അല്ലല്ലോ, ചോർമിനാറല്ലേ. ഇവിടെ ഭയങ്കര കോടയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഫുള്ള് നമുക്കിങ്ങനെ പുക പോലെ ഇങ്ങനെ കാണാം ഇവിടെ. എൻ്റെ ബാക്കിലൊക്കെ നോക്കി ഇവിടെ ഫുള്ളിങ്ങനെ പുക പോലെ ഇങ്ങനെ ഒരു മൂടലാണ്, അത് കോടയാണ്. അപ്പം ഞാൻ അവിടേക്ക് ചെന്നിട്ട് ഞാൻ അവിടെ കാണിച്ചു തരാം എന്തൊക്കെയാണ്. അത് നമ്മുടെ റൂമിൽ നിന്ന് ഒരു എത്രയോ മീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ അങ്ങോട്ടേക്ക്, ജസ്റ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇവിടെ എല്ലാ സ്ഥലങ്ങളും, നമ്മൾ റൂം എടുത്ത സ്ഥലത്തിൻ്റെ പേര് പറ, ഓൾഡ് ബുക്കറ. അവിടെ റൂം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് കുറേ സ്ഥലങ്ങൾ അല്ലേ, എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ബുക്കറയിൽ കാണാനുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അടുത്തടുത്താണ്. നമുക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ, ടാക്സി ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല. അപ്പം അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. -2 ആയോ? 8 മണിക്ക് ഞങ്ങൾ എണീറ്റ സമയത്ത് -5 ആയിരുന്നു. പക്ഷെ റൂമിൻ്റെ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഇത്രയും ഫീൽ ചെയ്തില്ല അല്ലേ, കോട ഇങ്ങനെ ചെറിയ പുക ഇങ്ങനെ മൂവ് ചെയ്യണ കാണാം, പക്ഷെ ഇങ്ങനെ തോന്നിയില്ല. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ലോണം ഉണ്ട്. മുടിയുള്ളതുകൊണ്ട് ഇങ്ങനെ കഴുത്തിൽ കൂടി ഇടുന്ന സാധനം പോലെ ആക്കാം. മുടിയും തണുത്തിരിക്കുക. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ബാക്കിൽ ചോർമിനാർ. ഇത് നമ്മൾ മാപ്പ് കാണിച്ച ഒരു വഴി കൂടിയാണേ, കുറേ വീടുകളുടെയൊക്കെ ഇടയിൽ കൂടി. നമ്മളെത്തി. നല്ല രസമുണ്ട് കാണാൻ. ഇതിൻ്റെ ശരിക്കും പേര് ചാർമിനാർ തന്നെ ആയിരിക്കും, കാരണം 4 മിനാറാണ്. പക്ഷെ ഇവിടുത്തെ ആൾക്കാരെല്ലാം കൂട്ടിയാണ് പറയണേ. ചോർമിനാർ, പിന്നെ തഷ്കരിന് തോഷ്കെൻഡ്, മിനിറ്റിന് മിനൊട്ട് അങ്ങനെയൊക്കെയാണ് പറയണേ. അപ്പം നമ്മളും അതുപോലെ തന്നെ പറയണം, ചോർമിനാർ അല്ലേ. നമ്മളതിൻ്റെ ബാക്കി കൂട്ടി ഒന്ന് കറങ്ങുക, അത് തന്നെയാ ഫ്രണ്ട്. ബുക്കറയിൽ കാണാനായിട്ട് ഇതും കൂടി ഉണ്ടായിരുന്നുള്ളൂ, ചോർമിനാർ. അപ്പോൾ ഇന്ന് നമ്മൾ റൂം ചെക്കൗട്ട് ചെയ്യും. ചെക്കൗട്ട് ചെയ്യണ ടൈം അത് പല റൂമിനും പലതാണ്. നമ്മൾ ഇപ്പോഴത്തെ റൂമിൽ 11 മണിയെന്നാണ് കാണിക്കുന്നത്. ചില റൂമിന് ചില റൂമിന് ഇത്രയും കൂടി വൈകിയ 12 മണി. പിന്നെ ചെക്ക് ഇൻ ടൈം ഉച്ചയ്ക്ക് 2, ചിലതിന് നേരത്തെ, അങ്ങനെ പലതും മാറും. അതപ്പോൾ നോക്കണം, ഒരെണ്ണത്തിൻ്റെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അപ്പം ഇപ്പോഴത്തെ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യണത് 11 മണിക്കാണ്. അപ്പോൾ അവിടെ എന്നിട്ട് നമുക്ക് ഇനി ട്രെയിൻ ഉണ്ട്. നമ്മളിനി പോണത് സമർക്കണ്ടിലേക്കാണ്. അപ്പോൾ 2:40 ട്രെയിൻ. ട്രെയിനിൽ കയറിയിട്ട് ഒരു 1.25 മണിക്കൂറൊക്കെ കൊണ്ട് നമ്മൾ ബുക്കറ എത്തും. പിന്നെ ബുക്കറ അല്ലല്ലോ, സമർക്കണ്ട് എത്തും. ഇതിപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോവുക. ഇനി പാക്ക് ചെയ്യണം. ആ റൂമിൽ ചേച്ചി നമ്മളോട് 11 മണിക്ക് ചെക്കൗട്ട് എന്നൊക്കെ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ കണ്ടുകൊണ്ടായിരിക്കും. പിന്നെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടി. ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെയും അവിടെ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വൈകുന്നേരം വരെ വിശപ്പൊന്നും ഇല്ലായിരുന്നു. ബ്രെഡ്, പിന്നെ സോസേജസ്, പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ അങ്ങനെ, പിന്നെ ഫ്രൂട്ട്സ്. അതെ. ഇനി റൂം ബുക്ക് ചെയ്യാനുണ്ട് ഞങ്ങൾക്ക് ബുക്കറയിൽ. അതും കൂടി കഴിഞ്ഞിട്ട് വേണം റൂമിൽ നിന്ന് ഇറങ്ങാൻ. ഇതാണ് ബുക്കറ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്ന് അനക്കൊന്നും ഇല്ലല്ലോ, ഭയങ്കര ആളൊഴിഞ്ഞിങ്ങനെ കിടക്കുക. നമ്മൾ മാത്രമേ ഉള്ളെന്നോ അറിയില്ല. ചിലപ്പോൾ അത് ട്രെയിനിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ആൾക്കാർ എത്തിയിരിക്കും. എന്തെങ്കിലും കുറച്ചധികം സമയമുണ്ടല്ലോ. ഞങ്ങൾ അകത്തേക്ക് കയറട്ടെ. നമ്മളിപ്പോൾ ബാഗൊക്കെ ചെക്ക് ചെയ്യണതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റി വിട്ടിട്ട് അകത്തേക്ക് എത്തി. നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. കുറേ നേരമായിട്ട് വന്ന് കിടക്കുക. പക്ഷെ നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അത് തന്നെയാണോ, നേരത്തെ കയറണോ. ഒരു ട്രെയിൻ മിസ്സായതിൻ്റെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഇത്തിരി ശ്രദ്ധിച്ചാണ് ഇരുന്നത്, എപ്പോഴാണ് കറക്റ്റായിട്ട് എടുക്കണേന്നൊക്കെ നോക്കി. അപ്പോൾ നമ്മൾക്ക് ഒരു അരമണിക്കൂർ ഉള്ളിൽ കയറാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അതായിരിക്കും അനൗൺസ് ചെയ്യാൻ പോണത്. അല്ല, ഇത് ഇംഗ്ലീഷിൽ പറയും. ആദ്യം അവരുടെ ഭാഷയിൽ പറയും, പിന്നെ ഇംഗ്ലീഷിൽ പറയും.
റഷ്യനിലും പറയും ഉസ്ബെക്കിലും പറയും. ഒരു പ്രാവശ്യമല്ല കുറേ പ്രാവശ്യം പറഞ്ഞു. ആ ഇംഗ്ലീഷ് മനസ്സിലായില്ല. പക്ഷേ നമ്മുടെ ട്രെയിനിനെ കുറിച്ചായിരിക്കും പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ ചേട്ടൻ സെക്യൂരിറ്റി പോലീസൊക്കെ നല്ലതാന്ന് തോന്നുന്നു. കുറേ പ്രാവശ്യം ഞാൻ പോയി ചോദിച്ചപ്പോഴൊക്കെ ഓക്കെ ഇപ്പം തന്നെ വരും എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല പെരുമാറ്റത്തോടെയൊക്കെ പറഞ്ഞു. നമ്മളിപ്പോൾ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് എത്തി. അവർ കറക്റ്റ് സമയത്തേ നമ്മളെ കയറ്റി വിടുള്ളൂ. ദേ നമ്മുടെ ട്രെയിൻ ഇവിടെ കിടപ്പുണ്ട്. ആ കിടക്കണതാണ് നമ്മുടെ ട്രെയിൻ, ബുള്ളറ്റ് ട്രെയിൻ അഫ്രോസിയോബ്. നമ്മുടെ കോച്ച് 4 ഓക്കെ. ടിക്കറ്റ് എത്രയായിരുന്നു ഇതായിരുന്നേ? 4 എന്നല്ലേ? 4-ൽ 11 and 12. ആ കൈയൊക്കെ മരവിച്ചു, ഗ്ലൗസ് ഇട്ടില്ല. അതിനിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ കുഴപ്പമുണ്ടാവില്ല. ഇവിടെ ഒരു സീറ്റും ഇങ്ങനത്തെ ഇടയിൽ ഒരു സീറ്റ് മാത്രമേ ഇങ്ങനെ ഓപ്പോസിറ്റ് ഫേസ് ടു ഫേസ്. അപ്പോൾ കുറേ സീറ്റുകൾ ഇങ്ങോട്ടും കുറേ സീറ്റുകൾ ഇപ്പുറത്തേക്കുമാണ്. ഇത് ഇത് നല്ല കയറി വരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വ്യൂ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ 2 എന്ത് സാധനമാണ്, പപ്സ് പോലത്തൊരു സാധനം, സോംസ മേടിച്ചു. സോംസ അതിൻ്റെ അകത്ത് ഫുള്ള് സോസേജും ചീസും ആയിരുന്നു. അതിൻ്റെ അകത്ത് പിന്നെ നമ്മുടെ അവിടുത്തെ പോലെ ഇല്ലേ ഉള്ളി ഒന്നും ഇട്ട് പറ്റിപ്പീരില്ല. അവർ ഫുള്ള് മീറ്റ് അതിൻ്റെ അകത്തിട്ടെ, മീറ്റും ചീസും ഇത് മിക്സ് ചെയ്ത് അത് മാത്രമേ ഉള്ളൂ. അത് രണ്ടും മിക്സ് ചെയ്ത സാധനമാണ് അതിൻ്റെ ഫില്ലിങ്. ആ സംഭവത്തിന് 12,000 വരുന്നു ഒരെണ്ണത്തിന്. നമുക്ക് 100 രൂപയുടെ ബിരിയാണി കിട്ടും. അപ്പം നമുക്ക് പോകുമ്പം ഞാൻ ഓരോന്ന് കാണിച്ചു തരാം ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. പക്ഷേ 2:43 ഇതുവരെ ട്രെയിൻ എടുത്തിട്ടില്ല. ഇതെന്താ കുറച്ച് പങ്ക്ച്വാലിറ്റി കുറവ് പോലെ. ഇന്നലെയൊക്കെ നമ്മൾ വന്നതെല്ലാം കറക്റ്റ് ടൈമായിട്ട്, അതായത് ടിക്കറ്റിൽ എത്ര ടൈമാണ് എഴുതി ആ ടൈമിൽ ഇവിടെ സ്റ്റാർട്ടും ചെയ്യും. ടിക്കറ്റിൽ ഏത് ടൈമാണ് എഴുതിയൊക്കെ ഡെസ്റ്റിനേഷനിൽ എത്തണേ ആ ടൈമിൽ നമ്മളവിടെ എത്തുകയും ചെയ്യുമായിരുന്നു. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ മൂവ് ചെയ്യാൻ തുടങ്ങി. ബുള്ളറ്റ് ട്രെയിനിൻ്റെ ആ സ്പീഡൊന്നും നമുക്ക് ഇന്നലെ കാണാൻ പറ്റിയില്ല, രാത്രി ആയതുകൊണ്ട്. ഇപ്പോഴാണ് ഒരു കാര്യം നോട്ട് ചെയ്തത്. ഈ ട്രെയിനിലും ഈ അഫ്രോസിയോബിലും ഒരു ബോളിവുഡ് പരിപാടി വെച്ചിട്ടുണ്ട്. സെവിംലി എന്ന് പറയുന്ന ചാനലിൽ ബിർഗലിക്ഡ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിൽ കൂടി ഫുഡൊക്കെ കൊണ്ടുകൊണ്ട് ഇന്നലെ ഞങ്ങൾ കയറിയപ്പോൾ വിചാരിച്ചു ഇത് ഫ്രീ ആണ്, എന്നിട്ട് ക്യാപ്ചീനോ വേണമെന്നൊക്കെ പറഞ്ഞ് ഓർഡർ ചെയ്തു. മേടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഇങ്ങനത്തെ ട്രെയിനൊക്കെ ആയപ്പോൾ ഞാൻ വെച്ചു ചിലപ്പോൾ കോംപ്ലിമെൻ്ററി ആയിരിക്കുന്നത്. കാരണം ആ ചേട്ടൻ അതുപോലെ വന്നിട്ടാണ് നമ്മളോട് വെച്ച് ഒരു കോഫി എടുക്കട്ടെ, ഒരു ഇതെടുക്കട്ടെ, അല്ലേ എന്തായിരുന്നു വെച്ചിട്ട് ഒരു അമേരിക്കാനോ അങ്ങോട്ട് എഴുതാം, ഇങ്ങനെയൊക്കെ ഒന്ന് പറയുക.
രണ്ടെണ്ണം മതി. ആ 2 മതി എന്ന് പറഞ്ഞപ്പോൾ അല്ല ഇന്ന് 4 എഴുതിയേക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചത് എന്താ എന്നാൽ ഫ്രീ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ ചേട്ടൻ ഇത്ര അങ്ങനെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പം നോക്കിയപ്പോൾ അടുത്തുള്ള സീറ്റിലൊന്നും ആരും ഓർഡർ ചെയ്യണില്ല. അപ്പോൾ പിന്നെ ചെറിയ സംശയം തോന്നി ഇനി പൈസ കൊടുക്കേണ്ടി വരും. പിന്നെ ചേട്ടൻ പറഞ്ഞു ഇത് എന്താണ് എത്ര 25,000 സോമോ അത്ര എന്തോ മേടിച്ചു ഒരു ക്യാപ്പച്ചീനോയിന്. അതുകൊണ്ട് ഇത്തവണ ഞങ്ങളൊന്നും മേടിച്ചില്ല. എല്ലാം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കയറിയത്. ഇവിടുത്തെ ടോയ്ലറ്റ് ഇതാ. വൃത്തിയിലും അത് ക്രിസ്മസ് ട്രീ തന്നെയാലോ. അവിടെ അറ്റത്തൊരു ക്രിസ്മസ് ട്രീ ഉണ്ട്, വലിയ ക്രിസ്മസ് ട്രീ. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം, നേരെ റൂമിലേക്ക്. യാൻഡെക്സ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ടാക്സിയുടെ ആപ്പിൻ്റെ പേരാണ് യാൻഡെക്സ് ഗോ. അതിൻ്റെ അകത്ത് നമുക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റും. യാൻഡെക്സ് ഈറ്റ്സ് ഒരു സെയിം ആപ്പ് തന്നെ അതിൻ്റെ ഉള്ളിൽ. ഇതാണോ? അതിപ്പോൾ നമ്മുടെ ക്യാബ് എത്തി. 30SA. ഇത് പുറകിലൊരു വണ്ടി വന്നിട്ടുണ്ടല്ലോ 30. ഇതും 30SA. ഇത് നോക്ക്, ഇതും 30SA എന്ന് കാണിക്കണ്ട്. ഇതാണോ? നമ്മൾ വണ്ടിയിൽ കയറി. ഇനി ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്ററാണ് ഉള്ളത് നമ്മുടെ റൂമിലേക്ക്. ഗസ്റ്റ് ഹൗസ് അനൂറ അതാണ് പേര് റൂമിൻ്റെ. അയാൾക്ക് മെസ്സേജ് പറയാൻ അറിയില്ല ഇംഗ്ലീഷിൽ. ദ തേർഡ് റൂം ഈസ് യുവർ ഡബിൾ. ഇഫ് യു വാണ്ട് വി ഹാവ് അനദർ റൂം ബട്ട് ദ പ്രൈസ് ഈസ് എ ലിറ്റിൽ മോർ എക്സ്പെൻസീവ് ആൻഡ് ദ ബാത്റൂം ഈസ് ഇൻസൈഡ് ദ റൂം ബട്ട് ദ വൺ യു ബുക്ക്ഡ് ഈസ് ദ ടോയ്ലറ്റ് ആൻഡ് എവറിത്തിങ്. നമ്മളിപ്പോഴേ നമ്മുടെ റൂമിലെത്തി. ഇവിടെ ഒരു നമ്പർ ലോക്ക് കിട്ടപ്പോൾ നമ്മുടെ ഈ റൂം ബുക്ക് ചെയ്തപ്പോൾ ആ ചേട്ടൻ നമുക്കൊരു നമ്പർ അയച്ചു തന്നു. ആ നമ്പർ ലോക്ക് ചെയ്തിട്ടാണ് കയറി വന്നത്. ഒരു കോട്ട പോലെയുണ്ട്, നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളെന്ന് തോന്നുന്നു, വേറെ ആരും ഇവിടെ ഇല്ല. എന്നിട്ട് നമുക്ക് ഫുൾ മെസ്സേജ് അയച്ചിട്ടാണ് പുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. പുള്ളി ട്രാൻസ്ലേറ്റ് ചെയ്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തെങ്ങാണ്ടാണ് നമ്മളോട് സംസാരിക്കണത്. കാരണം വാട്സാപ്പിൽ കോൾ ചെയ്ത് സംസാരിച്ചപ്പോൾ എനിക്ക് ഇംഗ്ലീഷിൽ മനസ്സിലാവണില്ല. അപ്പോൾ അയാൾ വാട്സാപ്പിൽ മെസ്സേജ് നോക്കാൻ പറഞ്ഞു. അപ്പം നമുക്ക് 2 റൂം കാണിച്ചു തന്നു. ഒരു റൂം ഷെയർഡ് ബാത്റൂമാണ്. എന്നിട്ട് പറഞ്ഞു അതാണ് നിങ്ങൾ ബുക്ക് ചെയ്ത റൂം, അത് ഷെയർഡ് ബാത്റൂമാണ്, മറ്റേ റൂമിന് പൈസ കൂടും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മറ്റേ റൂം കയറി, 2ാമത്തെ റൂം. എന്നാലും ഇവിടെ ആരും ഇല്ല, അതാണ് അറിയില്ല ഇതെന്തൊക്കെയാണ് സംഭവം എന്ന്. എന്തായാലും ഇതാണ് നമ്മുടെ 2ാമത്തെ റൂം. 2ാമത് അവർ കാണിച്ചതെന്ന് വെച്ചാൽ നമ്മൾ തന്നെ കയറി നോക്കിയത്. ഇവിടെ ആരും ഇല്ല, ഈച്ചയും പൂച്ചയില്ല. അപ്പോൾ ഈ റൂമിൽ പ്രൈവറ്റ് ബാത്റൂം ഉണ്ട്, ഓരോന്നും കാണിച്ചു തരാം. ഇവിടെ ഈ കാണുന്ന ഡോറെന്ന് പറഞ്ഞാൽ അത് അപ്പുറത്തെ ഞങ്ങൾ ആദ്യം നോക്കിയ റൂമിൻ്റെ ഒരു എന്തോ അവിടെ നിന്ന് കണക്ട് ചെയ്തിട്ടുള്ള എന്തോ ഒരു ഡോറാണ്. പിന്നെ ഇവിടെ ഒരു ഷവർ ഏരിയ ഉണ്ട്. ലൈറ്റ് എടുത്തേ. പിന്നെ ഇവിടെ ഒരു ഷവർ ഏരിയ ഉണ്ട്, നല്ലതായിട്ടുള്ളൊരു ഷവർ ഏരിയ ആണ്. പിന്നെ നമുക്കുള്ളത് ഒരു ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ടോയ്ലറ്റാണുള്ളത്. പിന്നെ ഒരു കിച്ചണൊക്കെ ഉണ്ട്. ഇതെന്താ എനിക്ക് മനസ്സിലാവും. കിച്ചൺ ഉണ്ട് നമുക്കിവിടെ. പിന്നെന്തെന്നാ ഉള്ളത്? ഫ്രിഡ്ജ്, ഒരു വലിയ ഫ്രിഡ്ജ് ഉണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവോ?
ഒന്നുമില്ലാത്തൊരു ഫ്രഷ് ഫ്രിഡ്ജ് ഉണ്ട്. തീട്ടില്ല ഫ്രിഡ്ജ്. ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ നമ്മുടെ റൂം. ഈ പൈസക്ക് ഈ റൂം 2 ദിവസത്തേക്ക് $50 ആയത്. അതായത് 5000 സംതിങ് ആണ് 2 ദിവസത്തേക്ക്. അതായത് ഒരു ദിവസം 2500 രൂപ. ഈ റൂം കണ്ടോ, ഭയങ്കര ഒരു കൊട്ടാരം ലുക്കാണ്. വൈറ്റ് കളറിൽ ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്ത കട്ടിലും. അതായത് എത്ര ബെഡാ? 2 സിംഗിൾ ബെഡും ഉണ്ട്, ഒരു ഡബിൾ ബെഡും ഉണ്ട്. പിന്നെ കുറേ അലമാരികൾ. അതൊക്കെയാണ് ഈ റൂമിലുള്ളത്. പിന്നെ ഹീറ്ററാണ് ഇത് അവിടെ വയ്ക്കുന്നത്. ഹീറ്ററുണ്ട്, പിന്നെ എയർ കണ്ടീഷണർ ഉണ്ട്, TV ഉണ്ട്. പിന്നെന്താ ഉള്ളത് ഈ പൈസയ്ക്ക്? പക്ഷെ നമ്മൾ bookings.com നോക്കുമ്പോൾ ഇതിപ്പോൾ നമ്മൾ ചോദിച്ചു, ഇത് ടാക്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടല്ലേ എന്നൊരു കുറേ പ്രാവശ്യം ആ ചേട്ടനോട് മെസ്സേജ് അയച്ച് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ അതേ തോന്നുന്നു. അപ്പം നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് സമർക്കണ്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ റൂമിന് പൈസയാണ്. ഇനിയിപ്പോൾ ആ ചേട്ടൻ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ വരും എന്ന് പറഞ്ഞു. അപ്പോൾ പൈസ കൊടുക്കാം. അപ്പം അറിയാം ശരിക്കുള്ള പൈസ എത്രയാണ്. ഇനി നമ്മളൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് ഒന്ന് പുറത്തേക്കൊക്കെ പോകണം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.